ഏറ്റവും നല്ല മക്കളായിട്ട് അവരെ വളർത്താനുള്ള ഒരു സാഹചര്യം കൊടുക്കാം. ഇതെന്നു വെച്ചാൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി. ഇപ്പം അത് പല ഘട്ടങ്ങളിൽ നമുക്കിത് കണ്ടുവരും. ഇതിന് ഒരുപാട് എന്താ പറയുക, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് അസസ്മെന്റ് ഷീറ്റ്സും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് അസസ് ചെയ്തെടുക്കുന്നത്. തീരെ പൊടി മക്കളിൽ ഒരു തരത്തിലാണ്, ഇച്ചിരി കൂടെ മുതിർന്ന ആൾക്കാർ. ഇപ്പം അഡൽട്ട് ADHD എന്തായാലും ഡിഫറെന്റ് ഒരു സ്പെക്ട്രമാണ്. തീരെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വേറൊരു രീതിയാണ്. ഇപ്പം രൂപത്തിലും ഭാവത്തിലും അല്ലെങ്കിൽ നേച്ചറിലും തന്നെ ഡിഫറെന്റ് ആവുന്ന ആൾക്കാർക്ക് പോലും ഒരേ കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ചില ആൾക്കാർ ഇപ്പം എന്നു വെച്ചാൽ ചില ആൾക്കാർക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയും അറ്റൻഷനും കൂടെ ഒരുമിച്ച് അവർക്കുണ്ട്. ചില ആൾക്കാർക്ക് അറ്റൻഷൻ ഡെഫിഷ്യൻസി മാത്രമേ ഉള്ളൂ, ചില ആൾക്കാർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി മാത്രം. ഇപ്പൊ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ബാക്കിൽ ഇങ്ങനെ ഒരു ആണി തറച്ച പോലാണ് ചാടി അതെ. അപ്പം അവർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ഒരു ഫോക്കസില്ല. അപ്പം പല പല വീഡിയോസും ഈ റീൽസും ഒക്കെ വരുന്നത് കണ്ടുകൊണ്ട് ആൾക്കാർക്ക് ഒരു ചെറിയ സംശയമുള്ളത്, ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം അറ്റൻഷന്റെ പ്രശ്നം ഉണ്ടോന്ന്. ഒരിക്കലും ഇല്ല. ഇപ്പൊ ബോഡ്ലി കിൻസ്തറ്റിക് ഇന്റലിജൻസ്, അതായത് ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കലി അവർ ഭയങ്കര ആക്റ്റീവാണ്, എന്നാൽ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ഒരു കാര്യം കൊടുത്താൽ അവർ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ അവർക്ക് വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടെന്നിരിക്കും. എല്ലാവർക്കും അറ്റൻഷൻ ഡെഫിഷ്യൻസി ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇപ്പൊ വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ആ സബ്ജക്റ്റിന് നമ്മൾ നല്ലൊരു കോച്ചിങ് കൊടുത്താൽ അതിന് നന്നായി ഇമ്പ്രൂവ്മെന്റ് കാണുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കൊടുക്കുക, അതിന് ഇഷ്ടമുള്ള കാര്യത്തിന് ഇരുന്ന് ഫോക്കസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു കേസ് വരുമ്പോൾ അതൊരു അറ്റൻഷൻ ഡെഫിഷ്യൻസി അല്ല. പക്ഷേ എന്നാൽ വേറെ കുറെ ക്രൈറ്റീരിയ അതിനകത്തുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ സെലിബ്രിറ്റീസിന്റെ കാര്യം. സെലിബ്രിറ്റീസ് എന്നല്ല, ആരെ എടുത്താലും എല്ലാവർക്കും ഒരേ കണ്ടീഷൻ ആണെന്ന് വെച്ച് ഇവരുടെ നേച്ചർ മാറിക്കൂടാ, അങ്ങനെയില്ല. ദോ ദേ ആർ ടോട്ടലി ഡിഫറെന്റ്, അവർക്ക് ഒരേ കണ്ടീഷൻ വന്നേക്കാം. ഇപ്പം ഈ പബ്ലിക്, അതായത് അറ്റൻഷൻ വേണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയെ കണക്ട് ചെയ്യുമ്പോൾ ഫഹദിനെ പോലുള്ള ഒരാൾക്ക് അങ്ങനെ വേണോ, അല്ലെങ്കിൽ ഇതാണോ ഈ രോഗം എന്ന് തോന്നിക്കില്ലേ? അല്ല, ഇറ്റ് ഈസ് ഓൾ വിത്ത് ദ ഫോക്കസ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞത്, അത് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം വിചാരിച്ച രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഫോക്കസ് കിട്ടാതെയോ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇതെന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഇതൊന്നുമല്ല സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല, ആരുടെ ഒരു കാര്യം എടുത്താലും നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മുടെ മൈൻഡിന് കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ട് പോവുക. ഞാൻ ജനറലി പറയാണ്. അതായത് അത് കുഞ്ഞുനാളിലുള്ള ഒരു കാര്യത്തിൽ വരുമ്പോൾ, കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഇതെന്നു വെച്ചാൽ അറ്റൻഷനും കാണില്ല, ഹൈപ്പർ ആക്റ്റീവ്, അതാണ് ADHD എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്റ്റീവ് എല്ലാം ഇമ്പൾസീവ് ആയിരിക്കും ഇവര്. അപ്പം ചില ആൾക്കാർക്ക് ഇപ്പം ഇവരുടേതായിട്ടുള്ള അതിന് കുറെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം ആ ഒരു കാര്യം എല്ലാം മീറ്റ് ചെയ്ത് വരുമ്പം ഓട്ടോമാറ്റിക്കലി ചില കേസുകളിൽ ഇപ്പം നമ്മൾക്കിപ്പം SSRI കാറ്റഗറിയിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. ചില ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ, ബ്രെയിൻ ആക്ടിവിറ്റീസിലൂടെ അങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ആ ഒരു നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ വരുന്ന ഒരു ചെറിയ വേരിയേഷൻ. അപ്പം അതെന്തെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഡ്രഗ് നമ്മൾ സാധാരണ സൈക്കാട്രിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഇപ്പോൾ ഒരു ടോക്ക് തെറപ്പി വഴിയൊക്കെ ഇത് മനസ്സിലാക്കുവാണ്. നമ്മളിപ്പോൾ ഇവരോട് സംസാരിച്ച് കഴിയുമ്പം ഇൻ കേസ് ഇപ്പം അറ്റൻഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നൊരാൾക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ ചെയ്യണത്, എനിക്കിപ്പോൾ ഇവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് എടുക്കാനോ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, എനിക്ക് കൗൺസിലർ. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ ടീമിൽ തന്നെയുള്ള സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് എടുത്ത് ഇവർക്ക് മരുന്ന് കൊടുക്കും. അങ്ങനെ അഡൽട്ടിൽ വരുന്ന ഒരുപാട് പേർക്ക് മെഡിസിൻസ് കൊടുത്തു വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് മാറ്റാനും നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അഡൽട്ടിലേക്കൊക്കെ വരുമ്പോൾ നേരത്തെ അറിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു ഡു സംതിങ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അവരുടെ ഒരു വേ ഓഫ് ലിവിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ ആയിപ്പോകും. ഇല്ല, ഈ ഒരു മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സാരമായ മാറ്റം വരാറുണ്ട് കേട്ടോ. ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിന്റെ ഒരു തോതിനനുസരിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെവൽ. അതിൽ ചില കുട്ടികൾക്ക് നമ്മൾ മെഡിസിൻസ് കൊടുത്ത് അത് വളരെ നന്നായിട്ട് നല്ല റിസൾട്ട് വന്നിട്ട് അവർക്ക് ആ ഒരു തിരിച്ച് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇപ്പം ചില പേരൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട്, എൻ്റെ മോന് കഴിഞ്ഞ തവണ വന്ന ഒരു അമ്മ വന്നിട്ട് പറയണം, ഞാനൊരു റീല് കണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മോൻ ADHD ആണ്, മരുന്നൊന്ന് തരാം. ഞാൻ പറഞ്ഞു ADHD ആണെന്ന് ആര് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ചില സമയം ഒരുപാട് റീലിൽ തന്നെ കണക്ട് ചെയ്യുമ്പോ ചില റീൽസ് പോകുമ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഈ അസുഖമാണ് ഞാൻ ചിന്തിച്ചു. അതേപോലെയാണ് ഇപ്പൊ ചില വാക്കുകളുണ്ട്, ഒന്ന് ADHD, ഒന്ന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭർത്താവ് അതാണ്.
അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഈ റീൽസ് കണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ, അതല്ല ഞാൻ ഈ ചിലതിനകത്തൊക്കെ എന്റെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോണ്ടന്റ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു തംബ്നെയിൽ പറയുമല്ലോ, ഇപ്പം ഇതിനെ ഇങ്ങനെ ചെയ്യുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അപ്പൊ ആ ലക്ഷണം മാത്രമല്ല, കുറച്ച് ലക്ഷണം എന്ന് പറഞ്ഞാല് അത് അവരെ അങ്ങനെ ആക്കണം എന്ന് തന്നെ ഇല്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് നമുക്ക് വരുന്ന കോൾസ് ആണ് എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ ഇതാണ്. അല്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കിതാണ് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ എന്റെ മനസ്സിൽ ഈ ഓവർ വൃത്തിയുള്ള ആൾക്കാർക്കാണ് OCD ഒരിക്കലല്ല അങ്ങനെയാണ് വരുന്നതെന്ന്. ഈ വൃത്തിയുള്ള ആൾക്കാർക്കെല്ലാം OCD ആവണമെന്നില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. വൃത്തിയുള്ള എന്നുള്ളതല്ല, ഒരേ കാര്യം തന്നെ റെപ്പറ്റീറ്റീവായിട്ട്, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു, അതിൽ നമ്മളെ തൃപ്തി വരാണ്ട് നമ്മൾ വീണ്ടും ചെയ്തു. എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കൈയുടെ ഇവിടുത്തെ തൊലിയൊന്നുമില്ല, മുഴുവൻ പോയി. ഇപ്പൊ മെഡിസിൻസിലാണ്, നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങളുടെ സൈക്കാട്രിസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ ഇപ്പൊ നമ്മുടെ വീടെല്ലാം അലങ്കോലമായിട്ടിരിക്കുന്നു, വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളത് അടുക്കി വെക്കും, വീണ്ടും പിള്ളേരെ കുളമാക്കും, നമ്മൾ അടുക്കി വെക്കും, ഒരു പ്രശ്നവും ഇല്ല. അതിപ്പോ നമ്മൾക്കിപ്പം ചില ആൾക്കാരൊക്കെ വന്നിട്ട് എനിക്ക് നല്ല വൃത്തി കേട്ടോ, എനിക്ക് OCD അത് OCD അല്ല. OCD എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് അത് വളരെയധികം ആ ഒരു കമ്പൾഷൻ ഭയങ്കരമായിട്ടുണ്ട്, ഒരു ഒബ്സസീവ്നെസ് ഭയങ്കരമായിട്ടുണ്ട്. വേറെ യു കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. ഇപ്പൊ നമ്മൾ ഒന്ന് കഥ കടച്ചു, വീണ്ടും അത് പോയി അടയ്ക്കും, അടച്ചൊന്ന് നോക്കും, വീണ്ടും. അപ്പം ഒരേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഈ OCDയിൽ തന്നെ താഴെ വരുന്ന കുറെ ട്രേറ്റുകളുണ്ട്. ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും വൃത്തിയാവുന്ന എല്ലാവർക്കും OCD ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇപ്പം ചേച്ചി എല്ലാത്തിനും എക്സാമ്പിൾ എൻ്റെ മോൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കുടുംബകാര്യത്തിലേക്കും കൂടെ പോയാൽ ഒരു മീൻസ് ഇങ്ങനെ മറ്റുള്ളവരെ കേൾക്കുന്ന ഒരാളുടെ വീട്ടിലെ കാര്യം ചോദിച്ചില്ലേ, മോശമല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? 2 മക്കളുണ്ട്. എന്താ പറയാ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കുട്ടികള്? ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യനാണ്. മക്കള് 13 വയസ്സ് 8 വയസ്സ്. ഞാനും ഹസ്ബൻഡും മക്കളുമാണ്. നേരത്തെ ഹസ്ബൻഡ് അമ്മ നമ്മുടെ കൂടെ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ആരോഗ്യച്ചിരി ഇതായിട്ട് സിസ്റ്ററിന്റെ കൂടാണ്. പിന്നെ എന്റെ അച്ഛനമ്മ അവരുടെ വീട്ടിലാണ്. അങ്ങനെയൊക്കെ സുഖമായി പോണു. എങ്ങനെ മാനേജ് ചെയ്യുന്നു? ടൈമും കുട്ടികളെ നോക്കണം, ജോലി നോക്കണം, ആൾക്കാർ ഇങ്ങനെ കേൾക്കണം, അതിനൊക്കെ സമയം എവിടുന്ന് കണ്ടെത്തുന്നു? രാവിലെ തൊട്ട് വൈകിട്ട് വരെ. സത്യം പറഞ്ഞാൽ അതിൽ എന്റെ അഡ്മിൻ ഒരു കുട്ടിയുണ്ട്, 2 പേരുണ്ട്. അത് അവരൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം ഞാൻ സാധാരണ ചെയ്യണത് എന്താ വെച്ചാല്, രാവിലെ ഇവര് പോയി കഴിഞ്ഞ് ഇവരിപ്പോ 8 മണിക്കാണ് അവരുടെ സ്കൂളിൽ പോകുന്നതെങ്കിൽ 8 to 4:30 ആണ് എന്റെ ഏറ്റവും കൂടുതൽ എന്റെ സെഷൻസ് ഞാൻ എടുക്കുന്നത്. 4:30 to 6:30 ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കളി സമയത്തും അതിനെ ഞാൻ അങ്ങ് ഫ്ലൈറ്റ് മോഡിലാക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ USA കോൾസ്, UK ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു 8 o'clock കഴിഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ചേച്ചി ഒരു ചേച്ചി വീട്ടിൽ സഹായിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടി വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.